ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? മഴയുണ്ടാ നാട്ടിൽ? കണ്ണൂർ നല്ല മഴയാട്ടാ, 2 ദിവസമായിട്ട് ഒരേ മഴ, നിർത്താത്ത മഴ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ ദിവസമായി വീഡിയോ ഒന്നും എടുക്കാത്ത. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ വീണ് പൊടിച്ചൊരു മത്തൻ്റെ വള്ളി ഉണ്ടേനെ, നല്ല ഉഷാറുണ്ട്. ഒറ്റൊരു പ്രാവശ്യം അതിനകത്ത് മത്തൻ കിട്ടിയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഇത്ര പൊരയാകുമ്പോഴത്തേക്ക് കെട്ടുപോകുന്ന എന്നാന്നറിയില്ല. അപ്പം അച്ഛൻ ആദ്യം നല്ലോണം നോക്കലുണ്ട് ഇതിനെ വളരെല്ലാം ഇട്ടിട്ട്. പിന്നെ കായ കിട്ടാണ്ടായാലും അങ്ങ് ഒഴിവാക്കി. അപ്പം നല്ല ഉഷാറുള്ളതുകൊണ്ട് കൊത്തിച്ചാടാനും തോന്നില്ല. അപ്പോൾ ഇതിൻ്റെ തളിര് വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പോലും. നമ്മൾ ഇതുവരെ വറുത്തിട്ടില്ല. അപ്പം ഞാൻ രാവിലെ അമ്മ എടുത്ത് പണിക്ക് പോകുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, അമ്മ ഞാൻ അത് മുറിക്കുവേ. അപ്പോൾ പറഞ്ഞു, എന്നാൽ കുറച്ച് മുരിങ്ങേൻ്റെ ഇലയും കൂടെ ചേർക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവൂ എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് മുരിങ്ങയിലയും കൂടെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ മലയാള സിനിമാ ഗാനങ്ങളിൽ ലാ എന്ന് പറഞ്ഞ അക്ഷരത്തിന് നമ്മൾ ഒരുപാട് വിഷമിപ്പിച്ചും പ്രണയത്തിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി സന്തോഷിപ്പിച്ചെല്ലായിട്ടുള്ള ഓരോ അവസരങ്ങളുണ്ടായി. അപ്പോൾ ലാ വെച്ചിട്ടുള്ള നമ്മൾ ഒരുപാട് കരഞ്ഞ് നമുക്ക് ഒരുപാട് വിഷമമുണ്ടായ ഒരു ബീജ് ഏതാണെന്നറിയാം? അവൾ പാടിത്തരാം. ലാ 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 ഈ സിനിമേൻ്റെ ക്ലൈമാക്സ് എനിക്ക് ശരിക്കും ഇഷ്ടമായിട്ടില്ല കേട്ടോ. അവർക്ക് അങ്ങനെ ആ ക്ലൈമാക്സ് ആവാൻ പാടില്ലായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്നാ? അതിൻ്റെ ക്ലൈമാക്സ് എല്ലാവർക്കും ഇഷ്ടമായില്ല. ഇപ്പോൾ ആ സിനിമ കാണുമ്പോൾ അതിൻ്റെ ലാസ്റ്റോട്ട് കാണാൻ എനിക്ക് ഇഷ്ടമല്ല. പിന്നൊരു ലായുണ്ട്, അത് തമിഴാണ്. അത് നല്ല രസമാണ്, അതൊക്കെ പാടാൻ കുറച്ച് പ്രയാസമാണ്. അതേതാ പാട്ട് എന്നല്ലേ? ഇതൊരു സോങ്ങിന്റെ തുടക്കമാണ് കേട്ടോ. മറ്റേത് നമ്മുടെ ഒരു ബീജിയാണ് ശരിക്കും പറഞ്ഞാല്. വന്ദന എന്ന ചിത്രത്തിലെ ഭയങ്കര ഇഷ്ടമാണ് രണ്ടും. ഇപ്പം പാടിയതും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു ലായുണ്ട്, അത് ഏത് സിനിമയാണെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം അത് ഏതാണെന്നറിയാം? വീടിൽ ആരും ഇല്ല. അമ്മയും ആൻറ്റിയും തൊഴിലുറപ്പിന് പോയിട്ടുണ്ട്. പിള്ളേർ 2 സ്കൂളിൽ പോയി, അച്ഛൻ പണിക്ക് പോയി. ഞാനേ ഉള്ളൂ ഇപ്പോൾ ഇടാം. അതിനിടയ്ക്ക് എന്തെങ്കിലും എല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ കുറച്ച് കൂർക്ക ഇറച്ചി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ കിട്ടിയതാണ്, നമ്മൾ ഇന്നലെ ആക്കിയിട്ടില്ലേ. അത്ര ഫ്രഷ് എല്ലാം തോന്നുന്നത്, അത്ര നമുക്ക് മനസ്സിനങ്ങോട്ട് പിടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇതും കൂടെ വറക്കാമെന്ന് വിചാരിച്ചത്. എന്നാൽ പിന്നെ ഞാൻ മുറിച്ചിട്ടെല്ലാം ഉണ്ടാക്കട്ടെ കേട്ടോ. ഓക്കെ, എന്നാൽ പിന്നെ കാണേ. ബായ്.